തുർക്കി ഒന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ തുർക്കി അങ്ങനെ രക്ഷപ്പെടുന്നില്ല എന്നുള്ള ഒരു വിവരമാണ് പുറത്തു വരുന്നത്. കാരണം ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ ഏകദേശം ഇന്ത്യൻ സൈന്യം വളഞ്ഞു എന്നുള്ള ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാനെയും തൂക്കുന്നുണ്ട്. ഈ അസീം മുനീർ തുർക്കിയിലേക്ക് പാഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു വിവരവും പുറത്തു വരുന്നുണ്ട്. തുർക്കിക്ക് നേരെ ഒരു മിസൈല് ഇന്ത്യ മാറ്റിവെച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതായത് തുർക്കിയെ അങ്ങ് തീർക്കാൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തെ എങ്ങനെ മറ്റൊരു രാജ്യത്തെ തീർക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം ഇപ്പൊ പ്രേക്ഷകർ ചോദിക്കും. അങ്ങനെയൊന്നും കഴിയില്ല എന്നുള്ളത്. പക്ഷേ ഇസ്രായേലിൽ ഇരുന്നു കൊണ്ട് ഖത്തറിലേക്ക് ഇസ്രായേലിന് അടിക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് തുർക്കിയിലേക്ക് ഇന്ത്യക്ക് മടിക്കാൻ കഴിയുമെന്ന് അതിന് നമ്മൾ മറുപടിയും പറയുന്നുണ്ട്. എന്താ സാർ, അങ്ങനെയല്ലേ? അത് വേണ്ടത് തന്നെയാണ്. കാരണം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, നമുക്കെതിരെ പാകിസ്ഥാനെ സഹായിച്ചിരുന്ന രണ്ട് രാജ്യങ്ങൾ, ഒന്ന് ചൈന എന്ന് പറയുന്നത് ആൾവദർ ഫ്രണ്ടാ, പണ്ടേ ഉള്ള ഒരു ചങ്ങാത്തമാണ്. അതെന്നുള്ളത് നമുക്കറിയാം. പക്ഷെ തുർക്കി എന്ന് പറയുന്നത് പുതിയൊരു ചങ്ങാത്ത ബന്ധമാണ് തമ്മിലുണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഡ്രോണുകളൊക്കെ സപ്ലൈ ചെയ്തിരുന്നത് തുർക്കിയെയാണെന്നാണ് പറയുന്നത്. അത് നമ്മളങ്ങ് സഹിച്ചു, അതിന് തിരിച്ചടി കൊടുത്തു ചെറുതായിട്ട്. കാരണം നമ്മുടെ വിമാനങ്ങളുടെ അതിൽ നിന്ന് നമ്മുടെ ലഗേജുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മുടെ ടിക്കറ്റുകൾ പരിശോധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഏജൻസി ഉണ്ടായിരുന്നു. ആ ഏജൻസി തുർക്കിയുടെ വകയായിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നു. നമ്മളത് മതിയാക്കി, ഇനി നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോയിക്കോ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിയോളാം എന്ന് പറഞ്ഞു. അവർ സുപ്രീം കോടതി പോയി കേസൊക്കെ കൊടുത്തു. അതിന് സുപ്രീം കോടതി പറഞ്ഞു നിങ്ങൾ പോയി പണി നോക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ വലിയൊരു അടി, നമ്മളെ കൊടുക്കേണ്ട അടി ചപ്പക്കുറ്റിക്ക് തന്നെ കൊടുത്തു.